ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന് ഹിദായത്ത് ലഭിച്ചതിന് ശേഷം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ആഫിയത്താണ്, ആരോഗ്യമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആഫിയത്തിന്റെ ഇമ്പോർട്ടന്റ് വിവരിക്കുകയാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. ഒരു ദിവസം മിമ്പറിന്റെ മുകളിൽ കയറി നിന്നിട്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഫഖാമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലൽ മിമ്പർ, മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മിമ്പറിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. എന്നിട്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഫബകാ അബൂബക്കർ സിദ്ദീഖ്, വിങ്ങി കരയുകയാണ്. ഫഖാൽ, എന്നിട്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ മിമ്പറിന്റെ മുകളിൽ കയറുകയാണ്. ഫബകാ റസൂലുള്ളാഹ്, എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ വിങ്ങി കരയുകയാ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സഹാബാക്കളോട് പറയുകയാണ്, സഹാബാ സലുല്ലാഹ അൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണേ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുന്നാര ഹബീബിൽ നിന്നും അനുഭവിച്ച ഈ ഒരു സംഭവം തന്റെ ജീവിതത്തിൽ തന്റെ അനുഭവമാക്കി മാറ്റിയിട്ട് സഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇരു കൈയും മേൽപോട്ട് ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ആഫിനി, അല്ലാഹുമ്മ ആഫിനി, അല്ലാഹുമ്മ ആഫിനി, അല്ലാഹുവേ നമ്മുടെ ആഫിയത്തിനെ നീ നിലനിർത്തണേ അല്ലാഹ്, നമുക്ക് ആഫിയത്ത് നീ നൽകണമേ അല്ലാഹ്. എന്നിട്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തന്റെ മുമ്പിലിരിക്കുന്നതായ സഹാബാത്തിനോട് ഈ ആഫിയത്തിന്റെ ഇമ്പോർട്ടന്റിനെ കുറിച്ച് വിവരിച്ചു കൊടുത്ത് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യം ബറക്കത്തുണ്ടാകേണ്ടത് സ്വന്തം ശരീരത്തിലെ ആഫിയത്തിനാണ് എന്നാണ് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആഫിയത്തിലുള്ള ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സുബൂത്തുൽ ഖൈറിൽ ഇലാഹിയ, രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ ആത്മീയമായിട്ടുള്ള അനുഭൂതി മരിക്കുന്നത് വരെ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യമായി നിലനിന്ന് ലഭിക്കുന്നതിനാണ് ആഫിയത്തിലുള്ള ബറക്കത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും നമുക്ക് നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനേ, നമ്മുടെ തല മുതൽ കാൽപാദം വരെയുള്ള നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ അവയവങ്ങളുണ്ടോ റബ്ബ് സുബ്ഹാനഹു തആല നൽകിയതായ ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹമായ നമ്മുടെ കണ്ണുകളുണ്ടല്ലോ, രണ്ട് ചെവികളുണ്ടല്ലോ, രണ്ട് കൈകളുണ്ടല്ലോ, രണ്ട് കാലുകളുണ്ടല്ലോ, ശരീരത്തിലെ ആന്തരികവും ബാഹ്യവുമായ ഓരോ അവയവങ്ങളുണ്ടല്ലോ, ആ അവയവത്തിന്റെയൊക്കെ ആഫിയത്ത് മരിക്കുന്നത് വരെ നിലനിന്ന് ലഭിക്കുന്നതിന് ഏറ്റവും വലിയ നിഅമത്തായിട്ടാണ് മഹാന്മാരായ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്. ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ അനുഗ്രഹം എന്താ? മരിക്കുന്നത് വരെ അൽഹംദുലില്ലാഹ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ഇസ്തിഖാമത്ത്, ഇലാഹിയായ ആ ഒരു ദീനിയായിട്ടുള്ള വിശ്വാസം നിലനിന്ന് ലഭിക്കുക എന്നുള്ളതാണ്. ഒന്ന് പരിശോധിച്ചു നോക്കി, ഈ ഒരു കാലഘട്ടത്തിൽ എത്രയെത്ര പേര് ഈ ഭൂമിയിൽ നല്ല നല്ല കഴിവുള്ളവരായിട്ട് വരുന്നു, പക്ഷേ മുസ്ലിമായി ജനിക്കുന്നു, അവസാനം ഇസ്ലാമിൽ നിന്നും തെറിച്ചുപോയി എക്സ് മുസ്ലിമായിട്ടുണ്ടാകുന്നു, മരണപ്പെട്ടു പോകുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മരിക്കുന്നത് വരെ ഇസ്തിഖാമത്ത് നിലനിന്ന് കിട്ടണം. അതാണ് ഒന്നാമതായിട്ട് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് നിലനിന്ന് ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു ദുആ പുന്നാര ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതാ ദുആ? ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة ربنا لا تزغ قلوبنا بعد إذ
إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. الله 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 الله. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ നാമൊക്കെ ജനിച്ചതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ മന്ത്രധ്വനികൾ നമ്മുടെയൊക്കെ കർണപുടത്ത് പ്രകമ്പനം കൊള്ളിച്ച് ആ ഇലാഹിയായ ജീവിതത്തിൽ നാമൊക്കെ ലയിച്ചുകൊണ്ട് ജീവിക്കുമ്പോ അവസാനം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് എന്ത് അല്ലാഹ് എന്ത് റബ്ബ് ഇങ്ങനെയുള്ള യുക്തിവാദത്തിലേക്ക് പോകാതെ മരിക്കുന്നത് വരെ ഈ ഇസ്തിഖാമത്ത് നിലനിർത്തി നൽകണമേ എന്ന ദുആയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഈ ദുആയിനെ പതിവാക്കുന്നവർ ഒരിക്കലും തന്നെ ഈ ഒരു മതത്തിൽ നിന്നും ഈ ഒരു ഇസ്തിഖാമത്തിൽ നിന്നും തെന്നിപ്പോവില്ല എന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഏതാണ് ദുആ? റബ്ബന, ഒന്ന് ചൊല്ലിയേ, റബ്ബന لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. എല്ലാ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും ഇത് പതിവാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അറിയില്ലെങ്കിൽ ഉസ്താദന്മാരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും നല്ല ദുആയാണിത്. അല്ലാഹു പതിവാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ഇസ്തിഖാമത്ത്. അല്ലാഹുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസം മരിക്കുന്നത് വരെ ഹൃദയത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവന്റെ ശരീരത്തിലുള്ള ആഫിയത്താണ്, ആരോഗ്യമാണ്. അത് മരിക്കുന്നത് വരെ നിലനിന്ന് ലഭിക്കുന്നതിനാണ് ആഫിയത്തിൽ ബറക്കത്ത് ലഭിക്കുക എന്ന് പറയുന്നത്. അല്ലേ? ഇന്ന് ഞാനിവിടെ പ്രഭാഷണത്തിന് വന്നു, അല്ലേ? എനിക്ക് ചെറിയ പ്രായമേ ഉള്ളൂ. ഒരുപാട് പ്രായമുള്ള ഉസ്താദന്മാരും ഭാരവാഹികളൊക്കെ ഇവിടെയുണ്ട്. എന്നിട്ട് അവരെപ്പോലെ ഞാനിവിടെ ഇരുന്നത് എന്തിനാണെന്നറിയോ? സത്യത്തിൽ ഞാൻ നിന്നിട്ട് തന്നെയാണ് എപ്പോഴും പ്രഭാഷണം നടത്താറ്. ഇന്നലത്തെ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഏകദേശം ഒരു 3:30 കാഞ്ഞങ്ങാട് പ്രശസ്തമായ മാണിക്കോത്ത് മക്കാം ബ്രൂസിലായിരുന്നു ഇന്നലത്തെ വയൽ. ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്ത് എന്റെ ശരീരം എന്തായി? ആകെ ടയേർഡായി. 3:30 വീട്ടിലെത്തി. വൈഫിനെ അവിടെ എത്തുമ്പോൾ ശക്തമായ തലവേദന വന്നു. രാവിലെ അവളെയൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വിട്ടതാ. ശരിക്കും റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടിയില്ല. വരുമ്പോ ശാരീരികമായി ചെറിയ അസ്വസ്ഥത ഉണ്ടപ്പോ ഹോസ്പിറ്റലിൽ കയറി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ശരീരത്തിൽ പനിയുണ്ട് എന്ന്. ടെസ്റ്റ് ചെയ്തപ്പോ പനിയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ഇത് ഒഴിവാക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ യാത്ര പുറപ്പെട്ടതാ. അപ്പൊ കുറച്ച് നിൽക്കുമ്പോ എന്താകുന്നു, ചെറിയ അസ്വസ്ഥത വരുന്നോണ്ട് ഇരുന്നേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും നിന്നിട്ട് തന്നെ പ്രഭാഷണം നടത്താറ്. അപ്പൊ മരിക്കുന്നത് വരെ നമ്മുടെ ഈ ആഫിയത്ത് ഉണ്ടാവണം, നിലനിന്ന് കിട്ടണം. അതാണ് ആഫിയത്തിലുള്ള ബറക്കത്ത് ലഭിക്കുക എന്ന് പറയുന്നത്. മരിക്കുന്നത് ഈ ആരോഗ്യം നിലനിന്ന് കിട്ടണം. പനിയൊക്കിടക്ക് വരും, അസുഖക്കിടക്ക് വന്നു പോകും. പക്ഷെ എന്നാലും നമ്മുടെ ആരോഗ്യം എന്തായി പോകരുത്, നശിച്ചു പോകരുത് മുഅ്മിനേ. അത് വലിയൊരു തൗഫീഖാ. ഇന്ന് നമ്മുടെ സദസ്സിൽ കഴിഞ്ഞ മാസം ഞാൻ പരിശുദ്ധമാക്കപ്പെട്ട ഉംറക്ക് പോയപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഇബ്രാഹിം ചെവിടിയുണ്ട്. അദ്ദേഹം അല്ല എവിടെയില്ലേ? എവിടെയുണ്ട് അദ്ദേഹം. ഉംറക്ക് വന്ന സമയത്തൊക്കെ പറയും, ഉസ്താദേ എന്റെ 2ാം ജന്മമാണ്. വാർപ്പിന്റെ മുകളിൽ നിന്ന് ഞാൻ വീണ് മരിച്ചു എന്ന് വിചാരിച്ചത്. പക്ഷെ എനിക്ക് അല്ലാഹു എന്തായി? ആരോഗ്യം തന്നു. ഇതാണ് ആഫിയത്തിലുള്ള ബറക്കത്ത്. ഏത് പ്രതിസന്ധി വന്നാലും മരിക്കുന്നത് വരെ നിലനിന്ന് കിട്ടുക എന്നുള്ളത് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ആഫിയത്ത് ലഭിക്കുന്നവർ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അപ്പൊ ഈ പരിശുദ്ധ റജബ് മാസത്തിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് പറയുമ്പോ ഒന്നാമതായിട്ട് നമ്മുടെ ഇസ്തിഖാമത്തിന്റെ ആഫിയത്ത് പെട്ടു. മനസ്സിലായോ? രണ്ടാമതായിട്ട് പെടുന്ന ആഫിയത്ത് ഏതാണ്? നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ ആഫിയത്താണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊക്കെ ദുആ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ രണ്ടാമതായി ചോദിച്ചത് അല്ലാഹുമ്മ ആഫിനി എന്ന ആഫിയത്തിന് വേണ്ടിയാ മുഅ്മിനീങ്ങളെ. ഖുനൂത്തിന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത
ഒന്നാമതായി ഖുനൂത്തിൽ അല്ലാഹുവിനോട് ഇനി കൈയും മേൽപോട്ട് ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ ആഫൈത്. ഒന്നാമതായി ഹിദായത്തിന് വേണ്ടിയിട്ട് ഇസ്തിഖാമത്തിന് വേണ്ടിയിട്ട് നാം ദുആ ചെയ്യുന്നു. രണ്ടാമതായി ദുആ ചെയ്യുകയാണ് വഅഫിനി ഫീമൻ ആഫൈത്. അല്ലാഹുവേ നമ്മുടെ ആഫിയത്ത് നീ നിലനിർത്തി നൽകണമേ അല്ലാഹ്. മുഅ്മിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെറിയൊരു വേദന വന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി, ചെറിയൊരു അസ്വസ്ഥത വന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർമാർ പറയുകയാണ് അവസാനം ഇന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ശരീരത്തിനുണ്ട്, മാരകമായ രോഗത്തിന് ഞാനും നിങ്ങളും അടിമപ്പെട്ടിരിക്കുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ അല്ലാഹുവേ കാത്തു രക്ഷിക്കണമേ അല്ലാഹ്. നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും മുഅ്മിനേ മുഅ്മിനാത്തേ? ആ സമയത്ത് നാമൊക്കെ ആകെ ഷോക്കായി പോകില്ലേ? ആ സമയത്താണ് രാജാതി റബ്ബിനെ കുറിച്ച്, രാജാതിരാജനായ റബ്ബിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു പോകുന്നത്. എന്നാൽ എന്റെ മുഅ്മിനേ മുഅ്മിനാത്തേ, മരിക്കുന്നത് വരെ മാരകമായ അസുഖങ്ങൾക്ക് അടിമപ്പെടാതെ അല്ലാഹുമ്മ ആഫിനി എന്ന് ദുആ ചെയ്ത് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിൽ നിന്നും ആരോഗ്യത്തിലുള്ള ബറകത്ത് വാങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല മരിക്കുവോളം നമ്മുടെ ആരോഗ്യത്തെ ബറകത്ത് ചെയ്യുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്തിൽ അങ്ങനെ ദുആ ചെയ്യുന്നു. രണ്ട് സുജൂദിന്റെ ഇടയിലെ ഇരുത്തം ദുആക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ ദുആ ചെയ്യാനെന്ത്? റബ്ബി ഗ്ഫിർലി വർഹംനി, ബാക്കി എന്താ? വഹ്ദിനി കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ വഅഫിനി. എന്താ ചെയ്യുന്നത്? ഹിദായത്തിന് ശേഷം വഅഫിനി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ മുഅ്മിനാത്തേ, മരിക്കുവോളം നമ്മുടെ ഈ ആഫിയത്ത് നിലനിൽപ്പോടെ ബറക്കത്തോടെ മാറണമെങ്കിൽ പുന്നാർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. സഹാബാ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ഈ ദുആഇനെ പതിവാക്കിക്കോ. മരിക്കുന്നത് വരെ നിങ്ങളുടെ ആരോഗ്യത്തിൽ ബറക്കത്ത് ലഭിക്കും, അഥവാ മരിക്കുവോളം നിങ്ങളുടെ ആരോഗ്യം നിലനിൽക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹാബാ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ആഫിനി ഫീ ജസദി, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ അല്ലാഹുമ്മ ആഫിനി ഫീ ജസദി, എന്റെ ശരീരത്തിന്റെ ആഫിയത്ത് നീ നിലനിർത്തണമേ അല്ലാഹ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, എന്റെ കണ്ണിന്റെ കാഴ്ചശക്തിയായ ആഫിയത്തിനെ നീ നിലനിർത്തണമേ അല്ലാഹ്. അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ, എന്റെ ചെവിയുടെ കേൾവി ശക്തിയെയും നീ നിലനിർത്തണമേ അല്ലാഹ്. അതിന്റെയൊക്കെ ആഫിയത്ത് നീ നൽകിക്കൊണ്ടേയിരിക്കണമേ അല്ലാഹ് എന്ന ദുആഇനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പതിവാക്കിക്കോ. എന്നാൽ നിങ്ങളുടെ ആഫിയത്തിന് നിലനിൽക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത് ഇസ്തിഖാമത്തിൽ നിലനിൽക്കാനുള്ള ദുആ നമ്മൾ പഠിച്ചു. ഏതാ ദുആ? റബ്ബനാ ലാ തുസ്ഗി ഖുലൂബന എന്ന് തുടങ്ങുന്ന ദുആ പഠിച്ചോ. അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്പർ 2 ഏതാണ്? ശരീരത്തിന്റെ ആരോഗ്യമാണ്. അത് നിലനിൽക്കണമോ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പതിവാക്കിക്കോ സഹാബത്തെ. ഏതാ ദുആ? അല്ലാഹുമ്മ ആഫിനി ഫീ ജസദി. മറ്റൊരു ഹദീസിൽ കാണാം അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, രണ്ടും സെയിം. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ, എല്ലാം പെട്ടു. ജസദി എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം അല്ലേ? ബസറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാഴ്ചശക്തി. സമഈ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കേൾവി ശക്തി. ഇതൊക്കെ മരിക്കുന്നത് വരെ നിലനിൽക്കാന്ന് പറഞ്ഞാൽ അതിനത്ര അനുഗ്രഹം വേറെന്താ ഉള്ളത് മുഅ്മിനേ? വേറെന്താ ഉള്ളത്? നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട സുഹൃത്തിങ്ങനെ പറയുകയുണ്ടായി, തീവ്രവാദ ആരോപണത്തിൽ ജയിലിൽ കഴിയുന്ന പലരുടെയും കണ്ണിന്റെ കാഴ്ചശക്തിയൊക്കെ എന്തായിട്ടുണ്ട്? നഷ്ടപ്പെട്ടു പോയി. 70% കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
ഒരു കാലത്ത് ഇതേപോലെ കേരളത്തിലെ ഓരോ മജ്‌ലിസുകളിലും യാത്ര ചെയ്ത് ദീനിന്റെ ദഅവത്ത് നടത്തിയ പ്രഭാഷകനാണ് മഹാനായ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദ്. അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന്റെ ഓരോ അവയവത്തിന്റെയും ആരോഗ്യം എന്തായി പോയി, ക്ഷയിച്ചു പോയി. അത്രയും പീഡനമാണ് ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഉസ്താദിനൊക്കെ ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. പ്രിയപ്പെട്ട മഅദനി ഉസ്താദിന്റെ ആഫിയത്ത് അല്ലാഹു പരിപൂർണമായ ആരോഗ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരട്ടെ. നമുക്കൊക്കെ ദുആ ചെയ്യാം. അതൊക്കെ മരിക്കുന്നത് വരെ നിലനിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനോട് അനുഗ്രഹം ഒന്നുമില്ല മുഅ്മിനെ. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, നിസ്സാരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റുകൾ ചെയ്ത് അവസാനം റിപ്പോർട്ട് വരികയാണ് മാരകമായ അസുഖത്തിന് അടിമപ്പെട്ടു പോയിരിക്കുകയാണ് പലരുമെന്ന്. അങ്ങനെ എങ്ങാനും നമുക്ക് വന്നുപോയാൽ അവിടെ തീർന്നില്ലേ എല്ലാം. പിന്നെ നമുക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാകുമോ? അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഈ ദുആഇനെ പതിവാക്കുക. എല്ലാവരും ഒന്ന് ചൊല്ലണേ എന്റെ കൂടെ. അല്ലാഹുമ്മ ആഫിനി ഫീ ജസദി اللهم عافني في بصري. ബസർ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിന്റെ കാഴ്ചശക്തി. اللهم عافني في سمعي. ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? ചെവിയുടെ കേൾവി ശക്തിയാണ്. ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴാ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വാപ്പാ ഇതിന്റെയൊക്കെ വില എന്താണ് എന്ന് നാം തിരിച്ചറിയുക. കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിന്റെ കാഴ്ചശക്തിയുടെ വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെടുമ്പോഴാണ് ചെവിയുടെ കേൾവി ശക്തിയുടെ പ്രസക്തി എന്താണ് എന്ന് നാം തിരിച്ചറിയുക. അതേപോലെ തന്നെ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ ശരീരത്തിൽ നൽകിയ ഓരോ അവയവങ്ങളും ഉണ്ടല്ലോ, ആ അവയവങ്ങളുടെയൊക്കെ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മുഅ്മിനേ അതിന്റെയൊക്കെ വില എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അതുകൊണ്ട് മരിക്കുവോളം നമ്മുടെ ആഫിയത്ത് നിലനിൽക്കണോ? ഈ പരിശുദ്ധമായ റജബ് മാസം ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ആഫിയത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുന്നത് വരെ ആ ആരോഗ്യം നിലനിന്ന് കിട്ടുക എന്നുള്ളത്. മൂന്നാമതായി ഒരു മനുഷ്യന് നിലനിന്ന് ലഭിക്കേണ്ടതാണ് ആ മനുഷ്യന്റെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി എന്നുള്ളത്. ആ മനുഷ്യന്റെ ജോലിയാകട്ടെ, ബിസിനസ് ആവട്ടെ, കച്ചവടമാവട്ടെ, ഇത് മരിക്കുവോളം വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ, തട്ടാതെ മുട്ടാതെ മുന്നോട്ട് പോവാൻ ഒരു മനുഷ്യന് സാധിക്കുന്നു. അവന്റെ മഈശത്തിന് അല്ലാഹു ബർക്കത്ത് നൽകിയിട്ടുണ്ട്. ആ ബർക്കത്തിന് വേണ്ടി തന്നെയാണ് പരിശുദ്ധ റജബിലും ശഅബാനിലും ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. മഈശത്ത് മരിക്കുന്നത് വരെ നിലനിന്ന് കിട്ടുക വലിയ തൗഫീഖാ മുഅ്മിനേ, വലിയ ഭാഗ്യ, വലിയ സൗഭാഗ്യ. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചു നോക്കിയേ, നമ്മുടെ കാസർഗോഡ് ജില്ല നമുക്കറിയാം റബ്ബ് ഒരുപാട് സാമ്പത്തികമായി നിഅമത്ത് നൽകിയ ജില്ലയാണ്. പക്ഷേ വലിയ വലിയ ബിസിനസ്സുകൾ നടത്തി പലരും ഇന്ന് അവരുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, കൺമുമ്പിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഗതിയിലേക്ക് മുങ്ങിയിരിക്കുകയാണ് പലരും. എന്താ? സാമ്പത്തികമായിട്ടുള്ള തകർച്ച, കടക്കണിയിൽപ്പെട്ട് പലരും നാടുകളിൽ നിന്നും മുങ്ങിയിരിക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സാമ്പത്തികമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ വന്ന് കടക്കണിയിൽപ്പെട്ട് നാട് വിടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ നാട് എത്ര ഉള്ളി ഏരിയയിൽപ്പെട്ട നാടായാലും ആ നാട് നമുക്ക് എപ്പോഴും എന്ത് തന്നെയാണ്? മനസ്സിന് സന്തോഷമാണ്, റിലാക്സേഷനാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ സ്വന്തമായി വീട് വെക്കുന്നുവെങ്കിൽ,
ആ മനുഷ്യൻ വീട് വെക്കാൻ ആഗ്രഹിക്കുക ഏത് നാട്ടിലായിരിക്കും? ജനിച്ച നാട്ടിലായിരിക്കുമോ, അതല്ല പെണ്ണ് കെട്ടിപ്പോയ നാട്ടിലായിരിക്കുമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നാട്ടിലായിരിക്കും? എവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക? എവിടെയായിരിക്കും? ജനിച്ച നാട്ടിൽ അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ മരുമക്കത്തായമാണ്. വിവാഹം കഴിക്കലോടുകൂടി നമ്മളൊക്കെ ആരായിന്നറിയോ? ഓളെ മാപ്പിളയായി. നിങ്ങളൊക്കെ ആരാണ്? നിങ്ങളൊക്കെ ആരാണ്? മാപ്പിളന്റെ ഓള നിങ്ങൾക്കൊക്കെ. പക്ഷെ നമുക്കൊക്കെ ആരാണ്? ഓള മാപ്പിളയാ നമ്മളൊക്കെ. നമ്മളെ ഭാഷ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്റെ പേരിലാരെ തൃശ്ശൂർ എന്നൊക്കെ വെച്ചിട്ട് കണ്ടു. ഞാൻ ശരിക്കും തൃശ്ശൂർകാരനൊന്നല്ല, ഞാൻ ശരിക്കും കണ്ണൂർ ജില്ലക്കാരനാണ്. ഞാൻ താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെ. കാസർഗോഡ് ജില്ലയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയ തൃക്കരിപ്പൂരാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ ഞാൻ ജോലി ചെയ്യുന്നത് തെക്കൻ കേരളത്തിലാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്ത് വെച്ചത്, തൃശ്ശൂർ എന്നൊക്കെ വെച്ചത്. ഏതായാലും എല്ലാ സംസ്കാരങ്ങളും നമുക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്? അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞ് ഭാര്യയുടെ നാട്ടിലേക്ക് എത്തലോടുകൂടി നമ്മുടെ നാട്ടിലെ കമ്മിറ്റിയുടെ ലിസ്റ്റിൽ നിന്നും നമ്മുടെ പേര് വെട്ടും. പിന്നെ നമ്മുടെ പേര് എവിടെയായിരിക്കും? ഭാര്യയുടെ നാട്ടിലെ ജമാഅത്തിന്റെ കമ്മിറ്റിയുടെ റെക്കോർഡിലായിരിക്കും. എന്തൊരു നാണക്കേടാണല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അൽഹംദുലില്ലാ, അത് വലിയ അനുഗ്രഹമായിട്ട് നമ്മളൊക്കെ കാണും. നമ്മുടെ നാട്ടില് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എന്താവുക കാണും. കെട്ടുറപ്പിക്കാൻ വരുമ്പോ ആദ്യം ചോദിക്കും, അവിടെയാണോ ഇവിടെയാണോ? അവിടാന്ന് പറഞ്ഞാൽ വന്ന വഴിക്ക് തിരിച്ച് പോയിക്കോന്ന് പറയും. ഇവിടെയാണെങ്കിൽ ഓക്കെ എന്ന് പറയും. മനസ്സിലായോ? ഇപ്പൊ എന്റെ വീട്ടിലെ ആൺതുണ എന്ന് പറയുന്നത് ആരാണ്? എന്റെ പെങ്ങളുടെ ഭർത്താവാണ്. എന്റെ ഭാര്യ വീട്ടിലെ ആൺതുണ ആരായി മാറി? ഞാനായി മാറി. അപ്പൊ അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളൊക്കെ ആരായിരിക്കും? പുതിയാപ്പിളമാരായിരിക്കും. മനസ്സിലായി നിങ്ങൾക്ക്? കുറെ കാര്യമുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അവസാനം നമ്മളെ മരിച്ചാലും നമ്മളെ ഖബർ എവിടെ വരും? എവിടെ വരും? പെണ്ണിന്റെ ഭാര്യയുടെ നാട്ടിൽ വരും. എന്നിട്ട് എന്ത് പറയും? ഇത് പുതിയാപ്പിളുടെ ഖബറാണെന്ന് പറയും. എന്തൊരു പരിഗണനയാണല്ലേ? മരിച്ചാലും നമ്മൾ ആര് തന്നെയാണ്? പുതിയാപ്പിള തന്നെയാണ്. മരിക്കുന്നത് വരെ ആ ഭാര്യ വീട്ടിൽ നിന്നാലും നമുക്ക് എപ്പോഴും എന്ത് കിട്ടുകയും ചെയ്യും? പുതിയാപ്പിള പരിഗണന കിട്ടുകയും ചെയ്യും. മാസാവസാനം എന്ത് ചെയ്താൽ മതി? പേയ്മെന്റ് എവിടെ കൊടുത്താൽ മതി. മനസ്സിലായോ? മാസാവസാനം എന്താവണം? അമ്മായി നമുക്ക് സാലറി കൊടുക്കണം. അല്ലെങ്കിൽ എന്താവും? കിട്ടുന്നതില് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഏതായാലും പൈസയൊക്കെ കൊടുക്കണം, ചെലവിന്റെ ക്യാഷൊക്കെ കൊടുക്കണം. പക്ഷെ അൽഹംദുലില്ലാ, ഭാര്യയുടെ വീട്ടിലായാൽ പോലും അൽഹംദുലില്ലാ വലിയൊരു പരിഗണനയാണ് അവിടെയുള്ളവരൊക്കെ എപ്പോഴും നൽകുന്നത്. നിങ്ങൾ ചിന്തിച്ചോക്കിയേ. ഞാനിങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം എന്റെ ഭാര്യയുടെ ഉമ്മാമ പറയാണ്, പുതിയാപ്പിള വന്നിട്ടുണ്ട് അപ്പുറം. ഞാൻ പുതിയാപ്പിളയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞ ആദ്യ സമയത്താ? അതാരോ ഉമ്മ? ആ പുതിയാപ്പിള. അത് എന്റെ നബീസത്തിന്റെ മോള്, ഓളെ മാപ്പിള വന്നിട്ടുള്ളത്. നബീസത്തിന് എത്ര വയസ്സായെന്നറിയോ? 50 വയസ്സായി. നബീസത്തിന്റെ പുതിയാപ്പക്ക് എത്ര വയസ്സായെന്നറിയോ? 65 വയസ്സായി. എന്നിട്ട് ഓരെന്താണ്? ഇപ്പോഴും പുതിയാപ്പിളയാണ്. ഒരു പരിഗണനയാണ്. ഓരോ നാട്ടിനും അതിൻ്റെതായ എന്തുണ്ടാകും? സംസ്കാരങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കൾച്ചറും സംസ്കാരങ്ങളൊക്കെ മാറി വരുമ്പോഴും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയാണ്. മരിക്കുന്നത് വരെ ആ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ എന്താവണം? മഈശത്തിന്റെ വഴി നിലനിൽക്കണം. നമുക്ക് നമ്മുടെ പഴയ കാലത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പഴയ കാലത്തേക്ക് പൈസ ഇല്ലാഞ്ഞിട്ട് നാട്ടിൽ നിന്നും മുങ്ങിയ ആരെങ്കിലും കാണാൻ പറ്റോ? കടക്കണിയിൽപ്പെട്ട് മുങ്ങിയ ആൾക്കാർ വളരെ അപൂർവമായിരിക്കും. എന്നോ കാസർഗോഡ് ടൗണിൽ വലിയ വലിയ ബിസിനസ്സുകൾ തുടങ്ങുകയാണ്. 2-3 മാസം കഴിയുമ്പോൾ ഷോപ്പും ഇല്ല, ബിസിനസ്സും ഇല്ല, ആളും കാണാനില്ല. ഞാൻ ഓർക്കുകയാണ്, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ എപ്പോഴും ഞങ്ങളെ പ്രഭാഷണത്തിന് പോകുന്ന സമയത്ത്
ഉസ്താദുമാരെ ആത്മാർത്ഥമായി സഹായിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്ന പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ മനുഷ്യന്റെ വീട് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യത്തോടുകൂടി മാറ്റിത്തരും. ഉസ്താദേ, മലപ്പുറം ജില്ലയിൽ എവിടെ പ്രഭാഷണത്തിന് വരുമ്പോഴും നിങ്ങൾ എന്റെ വീട് വേണമെങ്കിൽ ഉപയോഗിച്ചുകൊള്ളുക, നിങ്ങൾക്ക് വിശ്രമിക്കാം, നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ എല്ലാ സൗകര്യങ്ങളും ഒഴിച്ച് ആ മനുഷ്യന്റെ വീട്ടിലെ റൂം നമുക്ക് മാറ്റി നൽകും. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ മാസം ഒരു സുഹൃത്ത് എന്നെ വിളിക്കുകയാണ്. ചിലപ്പോ ആ മനുഷ്യന്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. സാറേ, നിങ്ങളുടെ കൂടെ പലപ്പോഴും കാണപ്പെടുന്ന ഇന്നാലെന്ന വ്യക്തി, ആ വ്യക്തിയെ കുറിച്ച് വല്ല വിവരവും നിങ്ങൾക്കുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഞെട്ടിപ്പോയി. എന്ത് പറ്റി? കുറച്ചു കാലമായി വിവരമില്ലാത്തത്. സാറേ, എവിടെയെങ്കിലും വിവരം ലഭിക്കുന്നുവെങ്കിൽ ഒന്ന് പറയണേ. ആ മനുഷ്യൻ മുങ്ങിയിരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത എല്ലാ സുന്നത്തുകളും പാലിക്കുന്ന ദീനിന്റെ ആത്മാർത്ഥമായി സുദിമത്തെടുക്കുന്ന ചെറുപ്പക്കാരനാ. പക്ഷേ വലിയ വലിയ ബിസിനസ്സുകൾ ആരംഭിച്ചു, ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ കൂടെ കൂട്ടി, അവസാനം ബിസിനസ് പൊട്ടിപ്പോയി. ഈ ഇൻവെസ്റ്റേഴ്സിന് ക്യാഷ് കൊടുക്കാൻ കയ്യിലില്ലാതെ പ്രയാസപ്പെട്ടു. അവസാനം അവരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ ഭൂമിയിൽ എവിടെയോ ആ മനുഷ്യനെന്ന് ആരുമില്ലാതെ ജീവിക്കുകയാണ്. അല്ലാഹുവേ, നീ സലാമത്ത് നൽകണേ അല്ലാ. മനഃപൂർവ്വം ചെയ്തതല്ല, പക്ഷേ വലിയ പ്രതീക്ഷകൾ വെച്ചു. പക്ഷേ ഉദ്ദേശിച്ചതുപോലെ ബിസിനസ് മുന്നോട്ട് പോയില്ല. ബിസിനസ് പൊട്ടിപ്പോയി. ജനങ്ങൾക്ക് കൊടുക്കാൻ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത അവസ്ഥ വന്നുപോയി. എന്ത് ചെയ്യും? ഇങ്ങനെ എത്രയെത്ര ബിസിനസിന്റെ വലിയ വലിയ സംരംഭകരാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നും സ്വന്തം നാടുകളിൽ നിന്ന് ഭാര്യയെയും കുടുംബത്തെയും വിട്ട് ഏതെങ്കിലും രാജ്യത്ത് പോയി ജീവിക്കുന്നത്. മുഅ്മിനേ, മരിക്കുന്നത് വരെ നമ്മുടെ സമ്പത്ത് നിലനിന്ന് ലഭിക്കലാണ്. സമ്പത്തിനുള്ള ബറക്കത്ത് എന്നുള്ളത്, ആ സമ്പത്തിനുള്ള ബറക്കത്തിന് വേണ്ടിയിട്ടാണ് റജബ് മാസത്തിൽ എന്ത് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹ്, പരിശുദ്ധ റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണമേ എന്ന് പറഞ്ഞാൽ ബറക്കത്ത് ലഭിക്കേണ്ടതായ ഏതൊക്കെ മേഖലകളുണ്ടോ, അത് നമ്മുടെ ഇസ്തിഖാമത്താകട്ടെ, ഈമാനിലാകട്ടെ, അതേപോലെ നമ്മുടെ ആരോഗ്യത്തിലാവട്ടെ, നമ്മുടെ ശരീരത്തിലാകട്ടെ, നമ്മുടെ ബിസിനസ്സിലാവട്ടെ, നമ്മുടെ കച്ചവടങ്ങളിലാകട്ടെ, നമ്മുടെ മഈസത്തിന്റെ ഏതൊക്കെ വഴികളുണ്ടോ എല്ലാത്തിലും ബറക്കത്ത് നിലനിന്ന് കിട്ടലാണ്. ആ ബറക്കത്തിന് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ റജബിലും ശഅബാനിൽ എന്ത് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, നീ ബറക്കത്ത് ചെയ്യണമേ അല്ലാ. ഇതാണ് റമളാനിന്റെ മുന്നൊരുക്കത്തിൽ ഒന്നാമതായി നമ്മൾ നേടിയെടുക്കുന്നത്. എന്താണ് ബറക്കത്ത്? ഏതിലൊക്കെ? നമ്മുടെ ഹിദായത്തിൽ, ഇസ്തിഖാമത്തിൽ, അതേപോലെ നമ്മുടെ ആരോഗ്യത്തിൽ, ശരീരത്തിൽ, നമ്മുടെ സമ്പത്തിൽ, എല്ലാറ്റിലും അങ്ങനെ ഇറങ്ങി നമ്മുടെ മക്കളിൽ, നമ്മുടെ വീടുകളിൽ ഇതൊക്കെ എന്താവണം? ബറക്കത്ത് നിലനിന്ന് ലഭിക്കണം. ഇപ്പൊ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമതായി ആ കാര്യത്തിലുള്ള ഇസ്തിഖാമത്ത് നിലനിന്ന് ലഭിക്കാനാണ്, ശാശ്വതമായി നിലനിന്ന് ലഭിക്കാനാണ്. രണ്ടാമതായി മഹാന്മാർ പഠിപ്പിക്കുകയാണ്, ആ നിലനിന്ന് ലഭിക്കുന്നതായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ലഭിക്കാനാണ് ബറക്കത്തിന്റെ കമാലിയത്ത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതിന്റെ ഉപകാരവും ലഭിക്കണം. പൈസ ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, ആ പൈസനെ കൊണ്ട് ഉപകാരം ലഭിക്കണ്ടേ? പൈസനെ കൊണ്ട് ഉപകാരം ലഭിക്കണ്ടേ? 10 ലക്ഷം ഉണ്ട്, 20 ലക്ഷം ഉണ്ട് കയ്യിൽ. അതുകൊണ്ടൊരു ഉപകാരം ഇല്ലെങ്കിൽ വെറുതെ ഡെഡ് മണിയായി ഇവിടെ കിടക്കുന്നല്ലേ ഉള്ളൂ. ശരീരത്തിന് ആരോഗ്യമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനുള്ള മനസ്സ് ലഭിക്കുന്നില്ല. ഉപകാരമുണ്ടോ? ഉപകാരമില്ല. പക്ഷെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് നിലനിന്ന് ലഭിക്കുക, രണ്ട് ആ നിലനിന്ന വസ്തുവിൽ നിന്ന് എന്ത് ലഭിക്കണം? ഉപകാരവും ലഭിക്കണം, ഉപയോഗിക്കാൻ കഴിയണം. അത് നമ്മുടെ ആരോഗ്യമായാലും നമ്മുടെ ഈമാനായാലും നമ്മുടെ സമ്പത്തായാലും ഇതൊക്കെ കൊണ്ട് എന്ത് ലഭിക്കണം? നമുക്ക് ഉപകാരം ലഭിക്കണം. അത് മക്കളായാലും കുടുംബമായാലും വീടായാലും എല്ലാറ്റിൽ നിന്നും നമുക്ക് ഉപകാരം ലഭിച്ചാൽ മാത്രമേ ബറക്കത്ത് പരിപൂർണമാവുകയുള്ളൂ എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനാണ് ബറക്കത്ത് പൂർത്തിയായി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു വസ്തുവിലുള്ള ആ വസ്തുവിന്റേതായിട്ടുള്ള ഉപകാരം അതിൻ്റെതായ രീതിയിൽ നിലനിന്ന്
ഉപകാരപ്പെടുത്താൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിനാണ് റബ്ബിനോട് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുമ്മ ബാരിക് ലനാ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ റജബ് മാസമാണ്, വരാൻ പോകുന്ന ശഅബാൻ മാസമാണ്. ഈ ബറക്കത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു ബറക്കത്തുകൾ വാരിക്കോരി വിതരണം ചെയ്യുന്ന മാസമാണേത്, പരിശുദ്ധമാക്കപ്പെട്ട റജബും ശഅബാനും എന്നാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആത്മാർത്ഥമായി ഈ റജബിലും ശഅബാനിലും നാം ദുആ ചെയ്യേണ്ടതെന്ന അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുമ്മ ബാരിക് ലനാ. രണ്ടാമതായി നമ്മൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹ് റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണമേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിലേക്ക് നമ്മയൊക്കെ നീ എത്തിക്കണമേ അല്ലാഹ്. നമുക്കതിനുള്ള ദീർഘായുസ് നൽകണമേ അല്ലാഹ്. മുഅ്മിനേ മുഅ്മിനാത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കഴിഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം നമ്മിലേക്ക് ആഗതമായി നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. ആ റമളാനിന് മുമ്പ് എത്ര പേരാ ഈ ലോകത്ത് നിന്നും മരണപ്പെട്ടു പോയത്. എത്രയോ പേർക്ക് റമളാനിൽ അധികാരമുള്ള അവസരം ലഭിക്കാതെ പോയി. എന്റെ മുഅ്മിനേ മുഅ്മിനാത്തെ, ഇനിയും പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോ നാമൊക്കെ ആ റമളാനിലേക്ക് എത്തേണമോ? അതിനുള്ള ദുആയാണ് അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. ആ റമളാനിലേക്ക് നമ്മയൊക്കെ നീ എത്തിക്കേണമേ അല്ലാഹ്. ആലോചിച്ചു നോക്കി. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉറപ്പായി നമ്മളൊക്കെ മരിക്കും എന്നുള്ളത്. കോവിഡിന് ശേഷം നമുക്ക് കൂടുതൽ എന്തായി, എപ്പോ വേണമെങ്കിലും മരിക്ക എന്ന ബോധ്യവും വന്നു കഴിഞ്ഞു. സത്യല്ലേ? സത്യല്ലേ? എത്ര പേരാണ് പെട്ടെന്ന് മരണപ്പെട്ടു പോയത് അല്ലേ? ആ കോവിഡിന് ശേഷം എത്ര പേര് പെട്ടെന്ന് മരിച്ചുപോയി. അല്ലാഹ്, നമുക്കൊക്കെ ഉറപ്പായി നമ്മളൊക്കെ മരിക്കും. രാത്രി കിടക്കുമ്പോ ചെറിയ നെഞ്ചുവേദന വരുമ്പോ നമ്മളൊക്കെ പേടിക്കാൻ തുടങ്ങി. ബ്ലോക്കായോ, തീർന്നോ, ചിന്ത വരാൻ തുടങ്ങിയില്ലേ? എല്ലാവരും മരിക്കും. ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് റസൂലുള്ളാഹിന്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹദീസിലും കാണാൻ സാധിക്കുന്നില്ല അറ്റാക്ക് മരണം വന്ന് മരണപ്പെട്ടത് സഹാബിയുടെയും ചരിത്രം. പരിശോധിച്ചു, അറ്റാക്ക് വന്ന് മരണപ്പെട്ട ഒരു സഹാബിയുടെയും ചരിത്രം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ലോകം അവസാന കാലഘട്ടത്തിലേക്ക് നീങ്ങുമ്പോ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന പരീക്ഷണം ഒന്നാമത്തത് പലതും അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞ ആ കൂട്ടത്തിൽ പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുകയാണ്, പെട്ടെന്നുള്ള അറ്റാക്ക് മരണങ്ങള് ഈ ലോകം അവസാനിക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മനുഷ്യവംശത്തിന്റെ മാർഗദർശിയും മാനവലോകത്ത് ശാന്തിയുടെ വാക്താവുമായ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ താരകങ്ങളുയർന്നാൽ തിങ്കളാണ് നബി നബി അല്ലാതിലു മികന്ന ഭംഗി സയ്യിദ് നബിയുത്തമരേ സയ്യിദ് നബിയുത്തമരേ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അഷ്ഫീഉൽ അബ്തഹി വൽ ഹബീബുൽ അറബിയ വൽ ഹബീബുൽ അറബി വമൗതുൽ ഫുജാ ഈ ലോകം അവസാനിക്കാൻ പോകുന്ന കാലഘട്ടമാകുമ്പോ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്നുള്ള മരണങ്ങൾ അഥവാ അറ്റാക്ക് മരണങ്ങൾ വർദ്ധിച്ചു
മരിച്ചു വരുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. മുഅ്മിനേ മുഅ്മിനാത്തേ, ഒന്ന് പഠിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ. COVID-19 ശേഷം എത്രയെത്ര പേരാ പെട്ടെന്ന് മരണപ്പെട്ടു പോയത്. രാത്രി നമ്മോടൊപ്പം സന്തോഷത്തോടുകൂടി സാവസിച്ചവരാ രാവിലെ കേൾക്കുകയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ സുഹൃത്ത് മരണപ്പെട്ടു പോയി, ഈ സുഹൃത്ത് മരണപ്പെട്ടു പോയി. എന്താണ് കാരണം? അറ്റാക്ക് മരണമാണ്. എന്താ കാരണം? അറ്റാക്ക് മരണം. അള്ളാന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ കാലഘട്ടം ലോകം അവസാനിക്കാൻ പോകുന്ന സമയമായി എന്നുള്ളതിനുള്ള തെളിവാണെന്ത്? അറ്റാക്ക് മരണം വർദ്ധിച്ചു വന്നു. പുതിയ റിപ്പോർട്ട് വന്നു. അറ്റാക്ക് മരണം വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? റിസർച്ചിങ് റിപ്പോർട്ട്. എന്താ കാരണം എന്നറിയോ? ഫാസ്റ്റ് ഫുഡുകളുടെ ഉപയോഗം വർദ്ധിച്ചതാണ് അറ്റാക്ക് മരണത്തിനുള്ള കാരണമെന്ന് പുതിയ റിസർച്ചിങ് റിപ്പോർട്ട്. അല്ലെ, 3 മെഡിക്കൽ വിദ്യാർത്ഥികൾ കൂടി കണ്ടെത്തി ഫാസ്റ്റ് ഫുഡുകളുടെ ഉപയോഗം വർദ്ധിച്ചു. ആ പഴയ കാലത്ത് പലർക്കും ഒരുപാട് ആഫിയത്തും ദീർഘായുസ്സൊക്കെ അല്ലാഹു കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ? പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെ ഇരിക്കുന്ന പലരും പ്രായമുള്ളവരാണ്. ഒരു 40 വയസ്സിന് മുകളിലവരാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ. എല്ലാവരും അതെ. എത്ര വയസ്സായിക്കാക്ക്? 60 കഴിഞ്ഞല്ലേ? ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ആര്? നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അല്ലെ, മോയിച്ച. ലാഭത്തിലാണ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിങ്ങളുടെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ 60-ന് മുകളിലോട്ടൊക്കെ കിട്ടുന്നെങ്കിൽ അതെന്താണ്? ബോണസാണ്. ഇതൊക്കെ ഈ ഒരു ഏജിലും അൽഹംദുലില്ലാഹ് സ്റ്റേജിലൊക്കെ വന്ന് നിവർന്നിരിക്കാൻ പറ്റുന്നു. ഇനി നമ്മുടെയൊക്കെ ജനറേഷൻ ഒരു 40 വയസ്സ് കഴിയുമ്പോഴൊക്കെ എന്താവും? അല്ലെങ്കിൽ ഒരു 50 വയസ്സ് കഴിയുമ്പോഴൊക്കെ തന്നെ സൈഡാകുന്ന കോലത്തിലേക്കാണ് ആരോഗ്യമൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ 60 വയസ്സ് കഴിഞ്ഞ മോയിച്ചാണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങള് ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് വരെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച ഓർമ്മയുണ്ടോ? ഉണ്ടോ? 30 വയസ്സിനുള്ള ഓർമ്മയുണ്ടോ? ഇല്ല അല്ലേ? ഇവിടെ ഇരിക്കുന്ന മോനിക്ക് എത്ര വയസ്സായി? തൊപ്പി വെച്ച മോനിക്ക് എത്ര വയസ്സായി? 10-15 വയസ്സ് അല്ലേ? മോനെ, മക്കളെ, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാത്ത ഏതെങ്കിലും മക്കൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണട്ടെ. അൽഫാമ് കഴിക്കാത്ത മക്കൾ ഈ കൂട്ടത്തിലുണ്ടോ? ഷവായ കഴിക്കാത്ത മക്കൾ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? എല്ലാം കഴിക്കുന്നവരാണ്. പക്ഷെ മോഹിച്ചാക്ക് ആ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ യുവത്വ സമയത്ത് ഹോട്ടലിൽ പോയതെന്തില്ല? ഓർമ്മയില്ല. അന്നേരം അൽഫാമില്ലെങ്കിലും വേറെ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ ഉണ്ടാവും. പക്ഷെ ആ കാലഘട്ടത്തിലേക്ക് ഹോട്ടലിൽ പോകാന്ന് പറഞ്ഞാൽ എന്താ? 2ാം നമ്പർ പരിപാടിയാണ്. സത്യല്ലേ? ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പരിപാടിയാണ് എന്ത്? ഹോട്ടലിൽ പോയി തിന്നാന്നുള്ളത്. അങ്ങനെ ഒരു കാലഘട്ടം. അതാണ് അവരുടെയൊക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം. എന്നാൽ ഈ ഒരു ജനറേഷൻ നിങ്ങൾ എഴുതി വെച്ചോ, ഒരു 40-50 ആകുമ്പോൾ എന്താവും? അതുവരെ ജീവിക്കുമെന്നറിയില്ല, പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. റിസർച്ചിങ് മെഡിക്കൽ വിദ്യാർത്ഥികൾ കണ്ടെത്തി അതിനുള്ള കാരണം എന്താണ്? ഹോട്ടൽ ഫുഡുകളാണ്, ഫാസ്റ്റ് ഫുഡുകളാണ്. പക്ഷേ എത്ര പറഞ്ഞാലും നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ പറയും പൊറോട്ടയാണ്. പൊറോട്ടനെക്കാളും ഡേഞ്ചറാണ് എന്ത്? ബാക്കിയുള്ള ഭക്ഷണം. പുള്ളിക്കാട് ചെറുപ്പത്തിൽ പൊറോട്ട കഴിക്കുന്നുണ്ട്, ഇവരൊക്കെ കഴിക്കും. നമ്മുടെ പള്ളിയിൽ ഹിദ്മത്തെടുക്കുന്ന ക്ലീനിങ് ചെയ്യുന്ന കുഞ്ഞാക്കാന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് 70 വയസ്സായിരുന്നു. എല്ലാ ദിവസവും ആ മനുഷ്യൻ പൊറോട്ട കഴിക്കാറ്. അദ്ദേഹം പറയാം, എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ എന്താ കഴിക്കാറ്? പൊറോട്ട കഴിക്കാറ്. പക്ഷെ എവിടുന്ന് കഴിക്കും? വീട്ടിൽ പൊറോട്ട കഴിക്കും. തിരിഞ്ഞോ? പൊറോട്ട കഴിച്ചാൽ പ്രശ്നം ഉണ്ടാന്നൊക്കെ പറയുന്നത് ചിലപ്പോ വെറുതെ ആയിരിക്കും, ചിലപ്പോ ശരിയായിരിക്കും. പക്ഷേ
അതിനേക്കാളും ഡേഞ്ചറാണെന്ത്? ഫാസ്റ്റ് ഫുഡുകള്, പെട്ടെന്ന് ലൈവായി പ്രിപ്പയർ ചെയ്ത് തരുന്ന ഫുഡുകളുണ്ടല്ലോ, നാവിന്റെ ടേസ്റ്റ് കൂട്ടുന്ന രുചികളുണ്ട്, നമ്മുടെ മനസ്സിന്റെ ആസ്വാദനം കൊള്ളിക്കുന്ന ഫുഡുകളുണ്ടല്ലോ. ഇതാണ് പെട്ടെന്നുള്ള മരണത്തിനുള്ള കാരണമെന്ന് മെഡിക്കൽ റിസർച്ചിൽ വിദ്യാർത്ഥികള്, സ്റ്റുഡൻസുകള് നമ്മുടെ മുമ്പിൽ റിപ്പോർട്ട് നിരത്തിയില്ലേ? വാർത്ത നാം കണ്ടില്ലേ? മുഅ്മിനേ മുഅ്മിനാത്തേ, രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനോട് മരിക്കുന്നതിന് ആഫിയത്തിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം വബല്ലിഗ്നാ റമളാൻ, പരിശുദ്ധ റമളാനിലേക്ക് നമ്മയൊക്കെ എത്തിക്കണമേ എന്ന ദുആയും കൂടി നിങ്ങൾ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. ആ റമളാനിലേക്ക് എത്താൻ പോകുന്ന നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഹൃദയത്തെ നാം ഒരുക്കേണ്ടത് എങ്ങനെയാണ് എന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത്തെ പഠിപ്പിച്ചു തരികയാണ്. റജബില് നമ്മൾ റമളാനിന് വേണ്ടി ഒരുങ്ങേണ്ടത് ഒന്ന് ബറക്കത്തിന് നന്നായി ചോദിച്ചിട്ടാണ്, രണ്ട് റമളാനിലേക്ക് എത്തിക്കണേ എന്ന ദുആ കൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ആ റമളാനിലേക്ക് എത്താൻ പോകുന്ന നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നാം ഒരുക്കേണ്ട രീതിയും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തെ, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ റമളാനിലേക്ക് ഒരുക്കേണ്ടത് എന്ന്. നമ്മുടെ വീടില് പെയിന്റിന്റെ വർക്ക് കിടക്കുന്നു എന്ന് വിചാരിക്കുക. പെയിന്റ് അടിക്കുന്നു, പെയിന്റ് എന്നല്ലേ പറയാറ് ഇവിടെ, അല്ലേ? പെയിന്റ് എന്നാ പെയിന്റ് തെക്കൻ ജില്ലയിൽ പെയിന്റ് എന്ന് പറഞ്ഞാൽ അടി കിട്ടും. അവിടെ പെയിന്റ് എന്നാ പറയല്? ഞാൻ പറഞ്ഞു ഒരു ദിവസം ജുമാ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിക്ക് പെയിന്റ് അടിക്കണം, എല്ലാവരും സഹായിക്കണം. ജുമാ കഴിഞ്ഞിട്ട് കുറച്ചാൾ വന്നിട്ട്, ഉസ്താദെ എന്ത് പറച്ചിലാ ഉസ്താദെ നിങ്ങൾ പറഞ്ഞത്? അവിടെ പെയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കള്ളിന് എന്ത് പറയുന്നത്? പെയിന്റ്. അപ്പൊ നമ്മളെ വടക്കന്മാരെന്താ പറയാ പെയിന്റിന്? അവിടെ പെയിന്റ് തന്നെ പറയണം, എന്നാലും എന്താവും? പെയിന്റ് ആവുകയും. അപ്പൊ പെയിന്റ് അടിക്കാൻ വേണ്ടി എന്താവുന്ന വീടിന് തീരുമാനിക്കും. നന്നായി കച്ചറയുള്ള വീടാണ്, പഴക്കമുണ്ട് നന്നായിട്ട്. നമ്മള് നേരെ പെയിന്റ് ഷോപ്പ് പോയിട്ട് പെയിന്റ് വാങ്ങിയിട്ട് നേരെ കൊണ്ടുവന്ന് ചുമരിനടിക്കോ? ആദ്യം ചെയ്യും അതിലെ കച്ചറയൊക്കെ, വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്യും. മനസ്സിലായോ? അതേപോലെ ആദ്യം എന്ന് ദുആ ചെയ്ത് റമളാനിൽ എത്താൻ പോകുന്ന നമ്മുടെ ശരീരത്തെയും ഹൃദയത്തെയും ആദ്യം എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. എന്നാലേ ആ റമളാൻ എന്ന പെയിന്റ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുകയുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ആ റമളാൻ കൊണ്ടുള്ള ഉപകാരം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നതായ, ഒട്ടിപ്പിടിച്ചതായ വേസ്റ്റുകളുണ്ടല്ലോ, കച്ചറകളുണ്ടല്ലോ, അതൊക്കെ ആദ്യം ക്ലീൻ ചെയ്യണേ മുഅ്മിനേ. എന്നാൽ മാത്രമേ പരിശുദ്ധ റമളാൻ കൊണ്ട് നമുക്ക് ഉപകാരം ലഭിക്കുകയുള്ളൂ. അതല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ സല്ലൈതു സലവാത്തുൽ ഖംസ് വസുംതു റമളാൻ വഅതൈതു الزكاة വസുംതു റമളാൻ വഖുംതു ലയാലിയ മൻ മാത ലാ ഹദാ യാ റസൂലല്ലാഹ്. നബിയേ 5 വക്ത് നമസ്കാരം അതിന്റെ സമയത്ത് മുറ പോലെ നിർവഹിക്കുന്ന വ്യക്തിയാണ് നബിയേ ഞാൻ. വഅതൈതു الزكاة എന്റെ സമ്പത്തിന്റെ സകാത്ത് കൊടുത്തു വീട്ടുന്ന വ്യക്തിയുമാണ് നബിയേ ഞാൻ. വസുംതു റമളാൻ പരിശുദ്ധ റമളാനിലെ 30 ദിവസത്തെ നോമ്പും അതിന്റേതായ രീതിയിൽ അനുഷ്ഠിക്കുന്ന വ്യക്തിയുമാണ് നബിയേ ഞാൻ. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്, വഖുംതു ലയാലിയാ പരിശുദ്ധ റമളാനിന്റെ രാത്രികളെ ഹയാത്താക്കി നിന്ന് നമസ്കരിക്കുന്ന വ്യക്തിയുമാണ് നബിയേ ഞാൻ. എന്നിട്ട് അവസാനം ചോദിക്കുകയാണ്, മൻ മാത ലാ ഹദാ യാ റസൂലല്ലാഹ്. ഇത്രയൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എന്നെ പോലെയുള്ളവർ മരണപ്പെട്ടാൽ നാളെ ആരോടൊപ്പമാണ് നബിയെ ഞാനുണ്ടാവുക എന്ന് ആ സഹാബി ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് മറുപടി പറയുകയാണ്, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം
عليهم من النبيين والصديقين والشهداء والصالحين. ഈ വിഭാഗക്കാരോടൊപ്പമാണ് സഹാബ ഇത്രയൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ നാളെയുണ്ടാവുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅന്നബിയീൻ ആദം നബി അലൈഹിസ്സലാം മുതൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ നീണ്ടു നിൽക്കുന്നതായ പ്രവാചകന്മാരോടൊപ്പമാണ് സ്ഥാനം. സത്യസന്ധന്മാരോടൊപ്പമാണ്. ബദറിന്റെയും ഉഹദിന്റെയും ഹന്തക്കിന്റെയും രണാകണത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന് വേണ്ടി തലയോട്ടുകൾ സമർപ്പിച്ചതായ ശരീരത്തിന്റെ അവയവങ്ങൾ സമർപ്പിച്ചതായ രക്തസാക്ഷികളോടൊപ്പമാണ് സഹാബ. സ്വർഗത്തിൽ ഉന്നതമായ പദവി ലഭിക്കുന്ന സ്വാലിഹീങ്ങളോടൊപ്പമാണ്, സച്ചരിതകളോടൊപ്പമാണ് നിന്റെ സ്ഥാനമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ഉന്നതമായ പദവി. 11:30 ഞാൻ അവസാനിപ്പിക്കാൻ പോവുക ഇൻഷാ അല്ലാഹ്. ഒരു 15 മിനിറ്റും കൂടി നമുക്ക് ദുആ ചെയ്ത് പിരിഞ്ഞൂടെ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവോ? ഇല്ലല്ലോ. പെട്ടെന്ന് അവസാനിപ്പിക്കാം കേട്ടോ, തുടങ്ങാൻ ഒരുപാട് ലേറ്റ് ആയി പോയി ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് വിഷയം എവിടെയെങ്കിലും എത്തിക്കണ്ടേ? റമദാൻ കൊണ്ട് എന്തെങ്കിലും ഒരു മുന്നൊരുക്കം നമുക്ക് ഉണ്ടാക്കണ്ടേ? അതുകൊണ്ട് ഒരു 15 മിനിറ്റും കൂടി. ആർക്കെങ്കിലും പ്രയാസം വരുമോ? ഇല്ലല്ലോ. അപ്പോ 5 വക്ത് നിസ്കരിക്കുന്ന, കറക്റ്റ് സക്കാത്ത് കൊടുക്കുന്ന, റമദാനിൽ നോമ്പ് പിടിക്കുന്ന, രാത്രി നിന്ന് നിസ്കരിക്കുന്ന സഹാബി ചോദിക്കാൻ, നബിയെ മൻ മാതാലഹദ യാ റസൂലല്ലാഹ്, നാളെ ഞാൻ മരിച്ച ആരോടൊപ്പാ നബിയെ? മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാര്, ശുഹദാക്കള്, സ്വാലിഹീങ്ങള്, സിദ്ദീഖീങ്ങള്, ഇവർക്കാണ് നാളെ സ്വർഗത്തിലെ ഉന്നതമായ പദവി. അവരോടൊപ്പമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബി വളരെ സന്തോഷിച്ച് തിരിച്ചു പോവാനൊരുങ്ങിയ സമയത്ത് ആ സഹാബിയെ വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു വിളിക്കുകയാ. സഹാബ, പക്ഷേ ഒരേ ഒരു ഡിമാൻഡ് ഉണ്ട്. മാലം യഇഖ് വാലിദൈ, മാതാപിതാക്കളെ വേദനിപ്പിക്കാത്തവരായിരിക്കണം. എന്നാൽ മാത്രമേ നീ നമസ്കരിച്ചാലും നോമ്പനുഷ്ഠിച്ചാലും സക്കാത്ത് കൊടുത്താലും രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചാലും നിനക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. വെരി വെരി ഇമ്പോർട്ടന്റ്. മാലം യഇഖ് വാലിദൈ, റമദാനിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും ഒന്നാമതായി നിങ്ങൾ ഒരുങ്ങേണ്ടത്, ഹൃദയം കൊണ്ട് നിങ്ങൾ ഒരുക്കേണ്ടത്, ആരെങ്കിലും സ്വന്തം വാപ്പയെയും ഉമ്മയെയും ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ വാപ്പയോടോ ഉമ്മയോടോ ഏതെങ്കിലും നിനക്ക് പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് റമദാനല്ല, നിങ്ങൾക്ക് ഹജ്ജല്ല, നിങ്ങൾക്ക് ഹറമ് തന്നെ കയ്യിൽ കിട്ടിയാലും അല്ലാഹു നിങ്ങളുടെ ഒരു അമലും സ്വീകരിക്കുകയില്ല എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യമില്ല, ലാ ഫായിദല, അവർക്ക് ഒരു ഫായിദ ഉണ്ടാവില്ല. അപ്പോ ഈ ദിവസങ്ങളും മാസങ്ങളൊക്കെ കൊണ്ട് നമുക്ക് എഫക്ട് ലഭിക്കണമെങ്കിൽ, പ്രതിഫലം ലഭിക്കണമെങ്കിൽ മുഅ്മിനെ ഒന്നാമതായി ഹൃദയത്തെ ഒരുക്കേണ്ടത് മാലം യഇഖ് വാലിദൈ, ഒരു നിലക്കും മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരിക്കുക. ഒരു ഫായിദ ഉണ്ടാവില്ല. വെറുതെ റമദാൻ വന്ന് ഇങ്ങനെ പോയി എന്നല്ലാതെ, പാതിരാ സമയത്ത് പള്ളിയിൽ വന്ന് ഇബാദത്ത് ചെയ്തു എന്നല്ലാതെ ഒരു ഫായിദയും ലഭിക്കില്ല മുഅ്മിനെ. ആദ്യം നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടത് ആരാണ്? വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമാണ്. അവരെ വേദനിപ്പിച്ചാൽ എവിടെയും നിങ്ങൾക്ക് വിജയം ലഭിക്കില്ല. ദുനിയാവും കിട്ടില്ല, ആഖിറവും കിട്ടില്ല. മാതാപിതാക്കളെ വേദനിപ്പിച്ചവർക്ക് ദുനിയാവിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ എന്തെന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സൂഉൽ ഖാതിമ, അവസാനം മോശമായി മരണമാണ് അവർക്ക് ലഭിക്കാവുന്ന ദുനിയാവിലെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനപ്പുറം ശിക്ഷയില്ലല്ലോ വേറെ. അവസാനം മോശമായി മരിച്ച എല്ലാം തീർന്നില്ലേ? ദുനിയാവ് മൊത്തം പോയില്ലേ? കട്ടപ്പുകയായില്ലേ? അതുകൊണ്ട് റമദാനിന് വേണ്ടി ഒരുങ്ങുന്നവർ, മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പഠിച്ചോ. ആദ്യം ആ മാതാപിതാക്കളുടെ പൊരുത്തമാണ് നിങ്ങൾ നേടേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിൽ വാപ്പ മരിച്ചുപോയവരാരൊക്കെയുണ്ട്? ഉമ്മ മരിച്ചുപോയവർ കയ്യുയർത്തേ. വാപ്പയും ഉമ്മയും മരിച്ചുപോയവർ അല്ലേ? അവരൊക്കെ ഈ സദസ്സിലുണ്ട്. അവരെ സന്തോഷിപ്പിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് റമദാനിലേക്കൊന്ന് കയറിയാലോ? നിങ്ങളൊക്കെ റെഡിയാണോ?
മരണപ്പെട്ടു പോയ വാപ്പയും ഉമ്മയൊക്കെ സന്തോഷിപ്പിക്കാൻ റെഡിയാണോ എല്ലാവരും? റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് അതിനുള്ളൊരു വഴിയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ തുറന്നു തരാൻ പോകുന്നത്. നിങ്ങളൊക്കെ റെഡിയാവണേ ഇൻഷാ അല്ലാഹ്. മരണപ്പെട്ടു പോയ വാപ്പ ഉമ്മ അവരെ സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞാൽ അതാണ് ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അതിനുള്ളൊരു വഴി ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. റമദാനിന് വേണ്ടി ആദ്യം ഒരുങ്ങേണ്ടത്, നമ്മുടെ ഹൃദയത്തെ ഒരുക്കേണ്ടത് വാപ്പയും ഉമ്മയും വേദനിപ്പിക്കാത്തൊരു ഹൃദയമായിട്ടാണ്. അവരെ സന്തോഷിപ്പിക്കുന്ന ഹൃദയത്തോടുകൂടി ആ റമദാനിന്റെ കവാടത്തിലേക്ക് നമുക്കൊക്കെ പ്രവേശിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ വാപ്പാക്കും ഉമ്മാക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരൊക്കെ നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ആലോചിച്ച് നോക്കി എത്രമാത്രം